വടക്കൻ ഗസയും തെക്കൻ ഗസയും കയ്യിൽ നിന്ന് പോയി. ഖാൻ യൂനിസും കയ്യിൽ നിന്ന് പോയി. ഭ്രാന്ത് പിടിച്ച ഇസ്രായേൽ ഇപ്പോൾ റഫയിൽ വൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു. സാധാരണക്കാരായ ഒരുപാട് പേർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് റഫ. ആ റഫയിലാണ് വൻപിച്ച തോതിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത്. റഫയിൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിക്കഴിഞ്ഞു. അമേരിക്കയും ഇസ്രായേലിനോട് പറഞ്ഞു കഴിഞ്ഞു, റഫയെ തൊട്ട് കളിക്കുന്നത് തീക്കളിയായി മാറും. അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിച്ചത് ഗസയെ ശവപ്പറമ്പാക്കി മാറ്റാനാണ്. ഗസയെ ശവപ്പറമ്പാക്കി മാറ്റാൻ അവർക്ക് ഒരു തരത്തിൽ സാധിച്ചു. പക്ഷേ ഹമാസ് പോരാളികൾ ജീവനോടെയുണ്ട്. ഹമാസ് പോരാളികളുടെ പിന്നിൽ പലസ്തീൻകാർ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും തോറ്റ പരിഭവം തീർക്കാൻ, തോറ്റ നാണം തീർക്കാൻ, തോറ്റ നാണക്കേട് തീർക്കാൻ റഫയിലെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. റഫയിലെത്തിയ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ. മറ്റൊന്ന്, ഇറാൻ ഇന്ന് നടത്തിയെന്ന് പറയുന്ന ആയുധ പ്രദർശനമാണ്. തങ്ങളുടെ പുതിയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ സമയമായി എന്ന് ഖൊമൈനി സൈനികരോട് പറഞ്ഞിരിക്കുന്നു. പുതിയ ആയുധങ്ങളുടെ അഭ്യാസം ഇറാനിൽ ഇന്ന് നടന്നു. ടെഹ്റാൻ മേഖലയിലാണ് പുതിയ ആയുധങ്ങളുടെ അഭ്യാസം നടന്നത്. ഇത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പാണ്. ഇസ്രായേലിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിനേക്കാൾ ശക്തിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇറാൻ പരിശീലനം നടത്തിയത്. ഇത് വെറുമൊരു പരിശീലനമല്ല എന്ന് വ്യക്തം. യുദ്ധത്തിന് മുന്നോടിയായുള്ള പരിശീലനമാണ്. അത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. ഇറാൻ എന്ന വൻശക്തി എന്താണെന്ന് ഇപ്പോൾ ലോകം അറിഞ്ഞിരിക്കുന്നു. ഹമാസിന് യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് റഷ്യയാണെന്ന അമേരിക്കൻ ആരോപണം ഏറെക്കുറെ ശരിയായി മാറിയിരിക്കുന്നു. റഷ്യ ഇറാൻ അച്ചുതണ്ട്, റഷ്യ ഇറാൻ ചൈന അച്ചുതണ്ട് ലോകത്തിലെ രണ്ടാമത്തെ വലിയ അച്ചുതണ്ടായി മാറിയിരിക്കുന്നു. നാറ്റോ രാജ്യങ്ങൾക്ക് ഒരു ശക്തിയുമില്ലെന്ന്, ഒരു തന്ത്രവും അറിഞ്ഞുകൂടെന്ന് ഹമാസിനോടുള്ള പോരാട്ടത്തിൽ തെളിയിച്ചു. ഇസ്രായേലിൻ്റെ പിന്തുണയുമായി എത്തിയ നാറ്റോ രാജ്യങ്ങളെ ഹമാസ് തുരത്തി ഓടിച്ചു. ചെങ്കടലിൽ ഹൂതികളെ തകർക്കാനെത്തിയ നാറ്റോ രാജ്യങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ഹൂതികൾ കൊടുത്തത്. ഇപ്പോഴും കപ്പലുകൾ ചെങ്കടലിൽ ഓടുന്നില്ല. റഷ്യൻ കപ്പലുകൾക്ക് പോകാം, ഇന്ത്യൻ കപ്പലുകൾക്ക് പോകാം, ഇറാനെ അനുകൂലിക്കുന്ന കപ്പലുകൾക്ക് പോകാം. പക്ഷേ അമേരിക്കൻ കപ്പലുകൾക്കും ബ്രിട്ടീഷ് കപ്പലുകൾക്കും കാനഡയിലെ കപ്പലുകൾക്കും ഓസ്ട്രേലിയയിലെ കപ്പലുകൾക്കും അതുവഴി പോകാൻ പറ്റില്ല. അതുവഴി പോയാൽ തടയും. ഫ്രഞ്ച് കപ്പലിന് പോകാൻ പറ്റില്ല, അവർ തകർത്തെറിയും. ഇങ്ങനെ നിൽക്കുകയാണ് യുദ്ധത്തിൻ്റെ സ്ഥിതി. റഫേൽ വമ്പൻ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്ന ഇസ്രായേൽ വംശഹത്യയ്ക്കായി എന്ത് ചെറ്റത്തരവും കാണിക്കും എന്നുള്ളത് ഉറപ്പായി. വംശഹത്യ ഇസ്രായേലിൻ്റെ വിനോദമാണ്, പ്രത്യേകിച്ച് മുസ്ലിം വംശഹത്യ. അതുകൊണ്ടാണ് ഇവിടുത്തെ സംഘപരിവാർ ഇസ്രായേലിന് കൈയടിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ സംഘപരിവാർ ഇസ്രായേലിന് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ സംഘപരിവാർ ഇസ്രായേൽ ജയിക്കട്ടെ എന്ന മുദ്രാവാക്യങ്ങളുമായി സൈബറിടങ്ങളിൽ നിറയുന്നത്. കാരണം അവർക്ക് മുസ്ലിങ്ങൾ ശത്രുക്കളാണ്. അവരുടെ ഇന്ത്യയിലെ 1-ാം നമ്പർ ശത്രു മുസ്ലിങ്ങളാണ്, 2-ാം നമ്പർ ശത്രു കമ്മ്യൂണിസ്റ്റുകളാണ്. അതാണ് സംഘപരിവാറിൻ്റെ ബൈലോ. എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ ആകെ നടുങ്ങിയിരിക്കുന്നു. ഇറാൻ്റെ ആയുധ പരിശീലനം വല്ലാത്തൊരു പരിശീലനമായി മാറിയിരിക്കുന്നു. അത്യന്താധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ പരിശീലനം ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു.